അയ്യോ ഞാൻ ഹായ് വെച്ചപ്പോൾ പേടിച്ചു പോയി കോഴിക്കുഞ്ഞുങ്ങൾ. ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നല്ലോ മുട്ടയുടെ വീഡിയോ. അപ്പോൾ ഇട്ട സമയത്ത് പറഞ്ഞൊരു എൻക്വയറിയാണ് ഇവർക്ക് നമ്മളിവിടെ ഇങ്ങനെ ഡോറ് തുറന്നിട്ടിട്ട് ഇങ്ങനെ കൈ താക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാവേ, ഞാൻ പറയുന്ന കള്ളമല്ല, ഭയങ്കര ഇഷ്ടമാണ്. വീഴും 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 വീഴും. അകത്തോട്ട് പോകും, അകത്തോട്ട് പോകും, അകത്തോട്ട് പോകും. പൂണേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ശരിയാവത്തില്ല. ഇന്ന് ഭയങ്കര ഇത്. അപ്പോൾ പറയാൻ ഞാൻ പോവാ ടാറ്റ. അപ്പോൾ പറയാൻ വന്ന സംഗതി എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വീടിട്ടപ്പം കോഴിയെ കൊടുക്കാണ്ടെന്ന് ചോദിച്ചു. 1-2 എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു മുട്ടക്കോഴിയെ കൊടുക്കാണ്ടെന്ന് ചോദിച്ചിട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ മുട്ടക്കോഴിയെ നമ്മൾ നിർത്തിയിരിക്കുന്നത് മുട്ടക്കോഴിയെ നമ്മൾ നിർത്തിയിരിക്കുന്നത് നമുക്കിവിടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, മുട്ടക്കച്ചവടം ഉണ്ടല്ലോ നമുക്കിവിടെ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മുട്ടക്കോഴി നിർത്തിയിരിക്കുന്നത്. അതുപോലെ മുട്ടക്കോഴി എന്ന് വെച്ചാൽ നമ്മളിവിടെ പ്യുവർ നാടനെയാണ് നിർത്തിയിരിക്കുന്നത്. അടയിടുന്ന പ്യുവർ നാടൻ. നമ്മുടെ കണ്ട ഇപ്പോൾ ഒരുത്തി ഇവിടെ അടയായി നിൽപ്പുണ്ട്. അവൾ അടയാണ്. 2 ദിവസത്തിനുള്ളിൽ അവൾ അട വയ്ക്കും. ഇന്ന് അടയുടെ ലക്ഷണം കാണിച്ചു തുടങ്ങിയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴികളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കൊടുക്കാറില്ല. പിന്നെ നമുക്കിവിടെ കൊടുക്കാൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ. അവരെയൊക്കെയാണ് കൊടുക്കാറ്. ആ കൂട്ടി കിടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്നതും ഇതിനെയാണ് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുള്ളത്. ഇത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ്. 1 മാസം പ്രായമായത്. നമ്മൾ കൊടുക്കുന്നത് 160 രൂപയ്ക്കാണ് 1 മാസം പ്രായമായ ഗ്രാമശ്രീ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ കൊറിയറൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. കൊറിയർ സർവീസൊന്നും നമുക്കില്ല. വേണ്ടവർ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.